നമ്മളിപ്പോൾ ഉള്ളത് വാദി തിവി, സൂറിലേക്ക് പോകുന്ന വഴി വാദി തിവി എന്ന് പറയുന്നൊരു സ്പോട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ ഈ റിസോർട്ടിലെത്തി. കിടിലൻ സെറ്റപ്പൊക്കെ ഉള്ള റിസോർട്ടാണ്. പക്ഷേ ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ കിടന്നപ്പോൾ ലേറ്റായി സെറ്റപ്പൊക്കെ ചെയ്തിട്ട്, കാരണം ഫിഷിംഗ് ഉള്ള രാവിലെ ഇറങ്ങണം. ഇപ്പോൾ ടൈം ഇതാ 4:15. നമുക്ക് 6 മണി വരെയൊക്കെയാണ്, 6-7 മണിക്കുള്ളിൽ വരെയൊക്കെ ഫിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ടൈമാണ് ഹൈ ടൈഡ് വരുന്ന ടൈം, 6 മണി. സോ അങ്ങനെ എന്തോ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഇതാണ് റിസോർട്ട്, കിടിലൻ റിസോർട്ടാണ്. വെറും 18 റിയാലായിട്ടുള്ളൂ. ഇവിടെ പൂളുണ്ട്, അടിപൊളി റൂം കിട്ടി നമുക്ക്, നല്ല AC, കിടിലൊരു ടോയ്ലറ്റ്, പിന്നെ സ്വിമ്മിങ് പൂളുണ്ട്, യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഇത് ഫിഷിങ്ങിന് വേണ്ടി വന്നതുകൊണ്ട് രാത്രിയായി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. 1 മണിക്കൂർക്ക് ഉറങ്ങിയിട്ടുള്ളൂ. രാവിലെ 4:15 അവരൊക്കെ റെഡി ആകുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം എനിക്ക് കുറച്ച് പരിപാടികൾ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് വണ്ടി പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. മെയിൻ ഡോറാണ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് കയറി വരണേ. പിന്നെ ഇതാ അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്, ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. മെയിൻ ഡോറിൽ നിന്ന് നേരെ വരുമ്പോൾ ചെറിയൊരു പ്ലേ ഏരിയ, അങ്ങോട്ട് ഇരുട്ടാ വെട്ടുണ്ടാവും. ആ കാണുന്ന അത് ഞങ്ങൾക്ക് കിട്ടിയ റൂമിൻ്റെ ടോയ്ലറ്റാണ്. ഇതാണ് റൂം. ഇവിടെ ചെറിയൊരു കിഡ്സ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വലിയ ആൾക്കാർക്കുള്ള പൂളാണ്. ഇതിലൊരു പഴയ ഒമാനി ആർക്കിടെക്ചർ വൈബ്സൊക്കെയാണ് ഇവിടെ. നല്ല രസമുണ്ട്, നല്ല സ്റ്റേ ആണ്, ഭയങ്കര അഫോർഡ്, ഭയങ്കര ചീപ്പാണ്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. വെറും 18 റിയാലുള്ളൂ ഒരു ദിവസത്തേക്ക്. പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. ടൈം 4:30 ആവുന്നു. ഭയങ്കര ഇരുട്ടും ഭയങ്കര സൈലൻസുമാണ്. വലിയൊരു പാലമൊക്കെ ഉണ്ട് എൻ്റെ ബാക്കിൽ, ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ആ ലൈറ്റ് പോകുന്നത് ഒരു പാലമാണ്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നല്ല നിശബ്ദത, ഒരു ഒച്ചോ വെള്ളമൊന്നുമില്ല. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഏതോ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ സൗണ്ട് ഉണ്ട്. പക്ഷേ കിടിലൻ വൈബ്, ഭയങ്കര ഇരുട്ടാണ്. ആ സൈഡിലൊരു മലയാണ്. അപ്പോൾ ഈ മലയുടെ താഴെ തന്നെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. നമുക്ക് വണ്ടി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക, നേരെ അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോകാം. ബീച്ചിൽ പോയിട്ട് ഫിഷിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം. ഓക്കെ. അവിടെ പൂഴിമണ്ണാണ് കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി 4 വീലല്ല, അപ്പോൾ അത് അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണോ എന്നുള്ളൊരു റിസ്ക് അനാലിസിസ് എടുക്കാൻ നമ്മുടെ ചെക്കന്മാർ പോയിട്ടുണ്ട്. ഇതൊന്ന് ക്യാമറ കാണിക്കും. 40 അത് കൊള്ളാം. അതെത്രയാവിൻ്റെ എത്ര ഫിഷ് പിടിക്കാനാണ് ഉദ്ദേശം? How many fish are you? Yeah. 2,000 റിയാലിറ്റി കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. തുടങ്ങുന്നുള്ളൂ മോനെ. ഇപ്പോൾ ടൈം 6:15. നമ്മൾ നേരത്തെ എത്തി, പക്ഷേ ഭയങ്കര ഇരുട്ടായതുകൊണ്ടൊന്നും കാണണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫിഷിങ് തുടങ്ങിയതാണ്. അവിടെ അവരൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. സൺറൈസ് ആയി വരുന്നുള്ളൂ. ഇതിലും കളേഴ്സൊക്കെയാണ്. ഫുൾ പെബിൾസ്
ബീച്ചാണ്. ഇതൊരു പെബിൾ ബീച്ചാണ്. ബീച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു വാതി പോലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. സോ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. മാഷാ അല്ലാഹ്, വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ഫിഷിങ് പരിപാടികളൊക്കെ ആയിട്ട് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബീച്ചിൽ ഭയങ്കര ആഴമാണ്. സോ നല്ല മീനിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് ഒരു ഈലിനെ കിട്ടി, മറ്റേ നീണ്ട മീൻ, പാമ്പ് പോലത്തെ. അപ്പോൾ നമ്മൾ അതിന് പാമ്പാന്ന്, പക്ഷേ പാമ്പല്ലായിരുന്നു, ഭാഗ്യം. എന്ത് ആ ഇതാ ഇതാ മൊത്തത്തിൽ വിഴുകി, എല്ലാ വെയിറ്റടക്കം വിഴുകി, വളഞ്ഞിട്ട് വെയിറ്റ് പോലും കിട്ടി. മതി മതി മതി. അറിയില്ല, ഞാൻ വന്നിട്ട് കാര്യമില്ല. ഇതുവരെ ഒന്നും കഴിയില്ല. നമ്മൾ ശ്രമം തുടരുന്നു. എന്തായാലും ആദ്യം ഇട്ട ജിഗൊക്കെ ഒന്ന് മാറ്റി പുതിയ ജിഗിട്ട്. ആദ്യം ഇട്ട ജിഗിന് ഭയങ്കര ഭാരമായിരുന്നു, 40 ഗ്രാമിൻ്റെ ആയിരുന്നു. ഇപ്പം ഇട്ടേക്കുന്ന 22 ഗ്രാമിൻ്റെ ജിഗ. കണ്ടാൽ നമ്മുടെ ഒരു കുഞ്ഞ് മത്തിയൊക്കെ പോലെ ഇരിക്കും സാധനം ഇട്ടേക്കുന്നത്. ചെറിയൊരു മത്തിയുടെ ലുക്കൊക്കെ ഉണ്ട്. വെറും കൈയുടെ പോകേണ്ടി വരത്തില്ല. എന്തായാലും നമുക്കൊരു ഹമൂറിനെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ടാവുന്നത്. കാരണം നമ്മളിവിടെ വെള്ളിയാഴ്ച ആകുമ്പോൾ മാർക്കറ്റിൽ പോയി മീനൊക്കെ വാങ്ങുമല്ലോ, വെള്ളിയാഴ്ച അവധിയുള്ള ദിവസം. നമ്മൾ ഇന്നലെ രാത്രി ഇറങ്ങിയതല്ല. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇവിടെ പറഞ്ഞായിരുന്നു, മീനൊന്നും വാങ്ങണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള മീനായിട്ട് ഞാൻ വരുള്ളൂ. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഹമൂറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി. വെറുങ്കയുടെ പോകേണ്ടി വരത്തില്ല. കുഞ്ഞ് ഹമൂറ കേട്ടോ, ചെറിയ ഹമൂറ. ബട്ട് സ്റ്റിൽ എന്തായാലും കിട്ടിയല്ലോ. ജിഗിട്ടിട്ടൊന്നും കിട്ടുന്നില്ല. എനിക്കൊന്ന് ഒരു ബെയ്റ്റിലേക്ക് മാറിയപ്പോഴാണ് സാധനം കിട്ടി തുടങ്ങിയത്. ഹമൂറിൻ്റെ കുഞ്ഞിനാണ് കിട്ടിയത്. സോ വലിയ ഹമൂർ ഇവിടെ എവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. കറക്കി എറിയുന്നൊരു പരിപാടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊരു മീനൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുവന്ന് പിടയ്ക്കുന്ന മീനെ കാണിക്കണമെന്നൊക്കെ.
പക്ഷേ അങ്ങോട്ട് ആവുന്നില്ല കേട്ടോ. നോക്കാം. സൂര്യൻ അവിടെ നിന്ന് ദൂരേന്ന് പൊങ്ങി വരുന്നുണ്ട്, ചെറുതായിട്ട് കാണാം. നമ്മൾ ഈ യൂട്യൂബിലെ ആൾക്കാർ ഇങ്ങനെ സിമ്പിളായിട്ട് പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോൾ ഭയങ്കര മൂടാവും. അപ്പോൾ നമ്മളിതാ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും, അതേപോലെ പിടിക്കാമെന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു അനക്കമില്ല, ഒരു കൊത്തലില്ല, ഒന്നുമില്ല, ആരും തൊട്ടുപോലും നോക്കുന്നില്ല. കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. വെറൈറ്റീസ് ഉണ്ട്. ജിഗൊക്കെ മാറ്റി നോക്കാം എന്താ അവസ്ഥയാണ്. ഇതേപോലെ ഒരു വിരല് നമുക്കിതാ ഇത് വെയിറ്റാണെങ്കിൽ വെയിറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വിരൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഇടാം. എന്ത് മോനെ മൂഡ് ഷോട്ടാ. നമുക്ക് എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാൻ കുറേ വട്ടം ഇപ്പം നോക്കി ഈ മീൻ പിടിക്കുന്ന പരിപാടി. ഒരു രക്ഷയില്ല. ഒരു കുഞ്ഞു മീനൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഈ സ്ഥലമൊക്കെ മീൻ കിട്ടാൻ വെരി ഹൈ ചാൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-2.5 മണിക്കൂർ ദൂരം ട്രാവലൊക്കെ ചെയ്ത് ഇവിടെ ഞാൻ പറഞ്ഞ റിസോർട്ടൊക്കെ സ്റ്റേ എടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഇതുവരെ കിട്ടിയത് ആകെ ഒരു ചെറിയൊരു ഹമൂറാണ് സ്റ്റിൽ ഒരു ചെറിയ മീനാണ്. ചെറുതിനെ കിട്ടിയത്. ഹമൂർ വലുതൊക്കെ ഉണ്ട്, നമുക്ക് ചെറുതിനെ കിട്ടിയത്. ഫിഷിങ് എന്തായാലും നടക്കണല്ലോ. എന്നാൽ പിന്നെ ഇങ്ങനത്തെ നമുക്ക് പിങ്ക് കളർ കല്ല്. ഞാൻ ചെന്നാൽ പിന്നെ കല്ല് കളക്കിയാണ്. ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട് ഇല്ല, കൊള്ളാം. ഈ കല്ല് ഞാൻ വെക്കും, കയ്യിൽ വെച്ചേക്കാം, രസമുണ്ട്. ആയിവാ, ശംഖ് കിട്ടി. നമുക്കിങ്ങനെ വല്ല ശംഖും കല്ലും ഒക്കെ പറക്കി ഒരു കളക്ഷൻ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ട്? അതാകുമ്പോൾ ചാൻസസ് ആർ ഹൈ ഓഫ് ഗെറ്റിംഗ് ദീസ് തിങ്സ്, യുനോ. പോക്കറ്റ്. ഞാനേ മീൻ കിട്ടാത്തതുകൊണ്ടേ ഇവിടെ കിടക്കുന്ന കല്ലൊക്കെ റിവ്യൂ ചെയ്യുമോ യൂട്യൂബിൽ. ശംഖ് എന്ത് ചെയ്യാനാന്ന് പറ. ജീവിതം നമ്മളെങ്ങനെ. ഇതില് ഒരു പാറ്റേൺ ഉണ്ടോ, കാണാമോ? വാവ്. പിന്നെ ഒരു പാറ്റേൺ ഇല്ലാത്തൊരു ഉണ്ടക്കല്ല്. പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയ പിങ്ക് പാറ്റേൺ ഉള്ള കല്ല്. ഓ മൂട്. ആ നിക്കേ തിരിക്കി. അങ്ങനെ ഏത് സമയമായാലും എന്തായാലും നമുക്കങ്ങനെ 2 മീനെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഹമൂറും പിന്നെ ഈ കാണുന്ന മീനും. ഇതിന് മറ്റേ അപ്പുറത്തെ ആ പുള്ളി ഒന്ന് പറഞ്ഞത് ഇതിൻ്റെ പേര് ഷാരി എന്ന് പറയുക, നല്ല മീനാന്ന് പറഞ്ഞു. അപ്പോൾ 2 മീനായി.
എന്തുവാ കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരിൽ. നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആകെ കിട്ടിയത് എറിഞ്ഞു ബൈറ്റ് ഇവിടെ പോയി. നിങ്ങളിത് 2 മീനാണ് കിട്ടിയത്. രാവിലെ 5:30 തുടങ്ങിയ പരിപാടിയാ. 8:30 മണിയായി. ഇത്രയുള്ള 2 മീനിന് ഇതുവരെ പിടിച്ചത്. ഒരു 1/2 കിലോ കൊഞ്ച് കടലിൽ കൊണ്ട് കളഞ്ഞ്. ഞാൻ തോറ്റി, എനിക്ക് വയ്യ, ഞാൻ നിർത്തി. അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോന്നു, കുളിക്കുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെ ഇന്ന്. വാട്ട് എ ഡേ മാൻ. ഇതിൽ പറയണ്ടോ എനിക്ക്? മീൻ മണക്കില്ല നാറിന്ന്